ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ കഴിഞ്ഞ 2.5 വർഷമായി റെനോ ഡ്രൈവർ AMT ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഫീഡ്ബാക്കാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ ഇതിൻ്റെ 4ാമത്തെ സർവീസ് ചെയ്തു. 30,000 കിലോമീറ്റർ ആയിട്ടില്ല, പക്ഷേ കഴിഞ്ഞ വർഷത്തെ സർവീസ് ചെയ്തിട്ട് ഒരു വർഷമാകാൻ പോകും. അതുകൊണ്ട് സർവീസിന് ഇന്നലെ കയറ്റി. ഏകദേശം 28,400ഓളം കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഫീഡ്ബാക്കാണ്. നമ്മൾ ഈ വാഹനം വാങ്ങിക്കാനുണ്ടായ സാഹചര്യം, ഇതിനോടകം പല വീഡിയോസെല്ലാം നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 പേരടങ്ങുന്ന ഫാമിലിയാണ് നമ്മുടെ ഫാമിലി. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റിയൊരു വാഹനം അന്വേഷിച്ചപ്പോഴാണ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു വണ്ടി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ റെനോ ഡ്രൈവർ 2023 ഫെബ്രുവരിയിൽ വാങ്ങിക്കുന്നത്. അപ്പോൾ AMT വേരിയൻ്റാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ തുടക്കത്തിൽ AMT ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ലാഗ്, ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ കൂടുതൽ താമസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് ഉണ്ടായിരുന്നു. പക്ഷേ ഓടിച്ചോടിച്ച് അത് ശീലമായപ്പോൾ അതിനൊരു പ്രത്യേക രീതിയിൽ ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു മാനുവൽ വാഹനം ഓടിക്കുന്ന അതേ രീതിയിൽ തന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ നമുക്ക് പറ്റും. പിന്നെ ഇത് 1000 cc ഉള്ള താഴെയുള്ള വാഹനമാണല്ലോ. അതുകൊണ്ട് തന്നെ പിക്കപ്പൊക്കെ കുറവ് തന്നെയാണ്. പക്ഷേ പിക്കപ്പ് കുറവാണെങ്കിൽ കൂടിയും നമുക്ക് കയറ്റം കയറാനോ അല്ലെങ്കിൽ ഫുൾ ലോഡ് വെച്ച് വണ്ടി ഓടിക്കോളും, ഒരു പ്രശ്നവുമില്ല. ഇതിനോടകം പല വീഡിയോസും ഞാൻ അതിനെപ്പറ്റിയും ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ കംപ്ലയിൻസ് വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 4ാം സർവീസ് ഇന്നലെ നടത്തിയെന്ന് പറഞ്ഞല്ലോ, കുറച്ച് നാളായിട്ട് ചെറിയ പെട്രോളിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു പുറത്തിറങ്ങുമ്പോൾ, ചെറുതായിട്ട്. പക്ഷേ ഒന്നും ഡ്രോപ്പായിട്ടൊന്നും താഴത്തേക്ക് ചാടുന്നില്ല, പക്ഷേ മണം വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അത് അവരോട് ചെക്ക് ചെയ്തപ്പോൾ ഈ പൈപ്പ് ലൈൻ ഉണ്ട്, പെട്രോൾ അടിക്കുന്ന ഭാഗത്തു നിന്ന് ടാങ്കിലേക്ക് പോകുന്ന ആ പൈപ്പ് ലൈനിൽ ചെറിയ ദ്വാരം വീണിരിക്കണം. അത് ഞാൻ അതിൻ്റെ ഫോട്ടോ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, ഈ പെട്രോളിൽ അടങ്ങിയിരിക്കുന്ന എത്തനോളിനെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ഒരു കീടം, അതിൻ്റെ പേര് ആംബ്രോസിയ ബീറ്റിൽസ് എന്നെന്തോ, ദ്വാരം ഉണ്ടാക്കുന്നതാണ്. അത് ദ്വാരം ഉണ്ടാക്കി പല വാഹനങ്ങൾക്കുമൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റി. അപ്പോൾ അതിന് ഏകദേശം ലേബർ ചാർജ് അടക്കം 6,000 രൂപയോളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലത്തെ സർവീസിൽ ചെയ്ത വേറൊരു കാര്യം, എൻജിൻ ഗാർഡ് ഒരെണ്ണം പിടിപ്പിച്ചു. അത് ഈ കല്ലോ അല്ലെങ്കിൽ ഈ കുറ്റി പോലെയൊക്കെ നിൽക്കണതോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കല്ലടിച്ചു കൊണ്ടോ ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുണ്ടല്ലോ എന്നോർത്ത് അത് ഏതായാലും ഇന്നലത്തെ സർവീസിൽ വാങ്ങി വെച്ചു. അതിന് ഏകദേശം 4,000 രൂപയോളം ആയിട്ടുണ്ട്. പിന്നെ ഒരു മാസം മുമ്പ് നമ്മുടെ ബാറ്ററി മാറ്റി. ഏകദേശം 2.5 വർഷത്തോളമൊക്കെയാണ് ബാറ്ററി നിന്നുള്ളൂ. പിന്നെ മൈലേജിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ലോങ് ട്രിപ്പിൽ മൈലേജ് കിട്ടും, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ലൈറ്റ് പെഡലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു 15-നും 19-നും ഇടയ്ക്കൊക്കെ മൈലേജ് കിട്ടും, AMT വേരിയൻറ്റിൽ പോലും. പക്ഷേ നമ്മുടെ ചെറിയ ഓട്ടങ്ങളും അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്ക് അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ മൈലേജ് കണ്ടമാനം ഡ്രോപ്പ് ആവും. വേറെ ഒന്നുമല്ല, 1000 cc ആണ് വണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഫുൾ ലോഡൊക്കെ ആണെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ പെഡൽ കൂടുതൽ ചവിട്ടേണ്ടി വരും, ഇതൊന്ന് പിക്കപ്പ് ചെയ്ത് പോകാൻ വേണ്ടി. അപ്പോൾ ത്രോട്ടിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ തുറക്കും. അപ്പോൾ കൂടുതൽ ഇന്ധനം കത്തി തീരും. ഒരു 5 പേരോ 6 പേരോ ഒക്കെ അടങ്ങണ ഫാമിലിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഡ്രൈവർ. പിന്നെ ഡ്രൈവിംഗ് പ്ലഷർ, വാഹനം ഓടിക്കുന്നതിലൊരു ഹരം ആഗ്രഹിക്കുന്നവർക്ക് ഒട്ടും ചേർന്ന ഒരു വാഹനം അല്ല ഈ വണ്ടി. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് റിപ്ലൈ പറ്റുന്ന പോലെ തരുന്നതായിരിക്കും. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നല്ല നമസ്കാരം.